കേന്ദ്രീകരിച്ച് നിന്നത് ഇതുകൊണ്ടായിരുന്നു. MLA-യും കളക്ടറും MP-യും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമ്പിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തുക തഹസിൽദാർമാർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു ലോഭവും വരുത്തേണ്ട കാര്യമില്ല. ഇനി പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി പ്രാദേശികമായി പെട്ടെന്നൊരു ക്യാമ്പ് തുടങ്ങുകയാണ്, അവിടെ വിഭവങ്ങൾ സമാഹരിക്കണമെങ്കിൽ അവർ സമാഹരിച്ചാൽ അതിൻ്റെ തുക നമ്മൾ റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവും ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ പ്രാഥമികമായി പറയാനുള്ളത്. MLA പറയുന്ന ആറന്മുളയിലെ സ്ഥിതി കുറച്ച് രൂക്ഷമാണ്, അതുകൊണ്ട് ആറന്മുളയ്ക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ള ഒരു ആവശ്യമാണ്. നമ്മളെല്ലാം രാവിലെ വീണ്ടും ഇവിടെ കോഴഞ്ചേരി DB തന്നെ വന്നത് അതുകൊണ്ടാണ്. ആറന്മുളയുടെ കാര്യം, ഒന്ന് ആറന്മുളയുടെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് വെള്ളം ഇറങ്ങാൻ താമസിക്കും. പിന്നെ ഇവിടെ ആദ്യത്തെ ക്യാമ്പുകൾ ഉണ്ടായത് ഇവിടെയാണ്. ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിൽ വന്നതും ഇവിടെയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടുത്തെ ചില പ്രത്യേകതകളും ഉണ്ട്. അതുകൊണ്ട് ആറന്മുളയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കും. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് നമ്മളത് പറയുന്നത്. ദുരന്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട് രണ്ട് വിഷയങ്ങളിൽ. ഒന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്, മറ്റൊന്ന് ഒരു വിരുന്നിൽ പങ്കെടുത്തത്. അതിലെന്താണ്? ഒന്നാമത് മുമ്പെല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദുരന്ത സാഹചര്യത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് ഇപ്പോൾ ആളുകളുടെ കാര്യം നമുക്ക് നോക്കാം, അവരുടെ സുരക്ഷിതത്വം നോക്കാം, അവരുടെ സൗകര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ കൃത്യമായ മറുപടി ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ അടുത്ത് വരുന്ന ബുധനാഴ്ച കൂടി പറഞ്ഞതോടുകൂടി ഒരു ബുധനാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന കുറേ വിവാദങ്ങൾ ഈ കാലങ്ങളിൽ നമ്മൾ കണ്ടു. ഞാൻ എന്തായാലും ഇപ്പോൾ എന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ നിമിഷം മുതൽ ഇവിടെ നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ സമയത്ത് ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ പോകണ്ട. രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ നമുക്കിപ്പോൾ മലബാറിലും കൂടുതൽ പ്രദേശങ്ങളിൽ പ്രകൃതിക്ഷോഭത്തിന്റെ ദുരിതങ്ങളിലേക്ക് ആളുകൾ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ട സംവിധാനങ്ങൾ ഗവൺമെന്റ്, മുഖ്യമന്ത്രി തന്നെയാണ്. മന്ത്രി PC വിശ്വനാഥ് സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു. ആറന്മുളയ്ക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് MLA അബിൻ വർക്കി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ രാവിലെ നമ്മളോട് മന്ത്രി AP അനിൽകുമാറും ആ ഒരു ശ്രദ്ധ കൊടുക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം മന്ത്രിയും ആ ഒരു ഉറപ്പ് നൽകുകയാണ്.